മാറ്റ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാറ്റ് ക്ലാസ്സസിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് വെർബൽ റീസണിംഗ്, കോഡിംഗ്, ഡീകോഡിംഗ്. എ code is a system of giving a signal, or we can say that coding is a method of transmitting a message between the sender and the receiver without a third person knowing it. Coding is a method used to hide the actual meaning of a word or a group of words, and decoding is a process to break the code. The coding and decoding test is set up to judge the candidate's ability to decipher the rule that codes a particular word or messages. Trick coding decoding: find the rule or algorithm of the code. Type of coding: letter coding, direct letter coding, number or symbol coding, substitution coding. 4 type of coding is there. 4 ടൈപ്പ് കോഡിംഗ് ഉണ്ട്. ആദ്യത്തേത് ലെറ്റർ കോഡിംഗ് ആണ്. In this type of coding, letters are used in forward or backward or both the direction for making some code languages. Direct letter coding, in this type of coding, letters of a word are directly replaced by other letters. Third, number or symbol coding. In this type of coding, numerals or symbols are assigned to words. Substitution coding. In this type of coding, some particular words are assigned to certain names. ടൈപ്പ് ഓഫ് കോഡിംഗ്, ഈ 4 ടൈപ്പ് കോഡും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് വളരെ ഈസി ആയിരിക്കും. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ പ്രീവിയസ് ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ്. അസൈനിങ് നമ്പേഴ്സ് ടു ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻസ് പഠിക്കുക. ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ ആൻഡ് സീരീസ് ഓഫ് ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സ്: എ ഫസ്റ്റ് ആൽഫബറ്റ്, ഇസഡ് 26 ആൽഫബറ്റ്, എം 13, എൻ 14. റിവേഴ്സ് ഓർഡറിൽ എ 26. സം ഓഫ് ദ പൊസിഷണൽ നമ്പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് in the alphabet is always 27. A1 and reverse, in reverse order it is 26. So 26 plus 1, 27. Series of opposite alphabets: A, Z, E, B. കാണാൻ പഠിക്കുക. കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻസ് കാണാൻ പഠിക്കുക. Question number 1. In certain code, cloud is written as GTRKF, and then how site will be written in this code. ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. ക്ലൗഡും GTRKF തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കുക. നോക്കിയാൽ അറിയാം ക്ലൗഡ് GTRKF. ക്ലൗഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ സിയും GTRKFിൻ്റെ ലാസ്റ്റ് ആൽഫബറ്റ് എഫും തമ്മിലുള്ള ഒരു റിലേഷനുണ്ട്. എല്ലും ക്ലൗഡിൻ്റെ എല്ലും കെയും തമ്മിലുള്ള റിലേഷനുണ്ട്. ഓയും ആറും തമ്മിലുള്ള റിലേഷനുണ്ട്. യുവും ടിയും തമ്മിലുള്ള റിലേഷനുണ്ട്. ഡിയും ജിയും തമ്മിലുള്ള റിലേഷൻ. ആ റിലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ സിയിൽ നിന്ന് 3ാമത്തെ ആൽഫബറ്റാണ് എഫ്. അപ്പം +3. ഡിയിൽ നിന്നും 3ാമത്തെ ആൽഫബറ്റാണ് ജി. കെ, എല്ലിന് ഒരു ആൽഫബറ്റിന് മുമ്പെയാണ് കെ. എല്ലിന് മുമ്പെയാണ് കെ. അപ്പം -1. പിന്നെ ഒ, പി, ക്യു, ആർ തേർഡ് ലെറ്ററാണ്. ഒ കഴിഞ്ഞ് 3ാമത്തെ ആൽഫബറ്റാണ് ആർ. അപ്പം +3. പിന്നെ വരുന്നത് യു. യുവിന് മുമ്പിലുള്ള ആൽഫബറ്റാണ് ടി.
അപ്പം -1. ആ സെയിം പാറ്റേൺ തന്നെ സൈറ്റിലും അപ്ലൈ ചെയ്യുക. SIGHT സൈറ്റിലും അപ്ലൈ ചെയ്യുക. അപ്പം എസ്, ഫസ്റ്റ് ആൽഫബറ്റ് എസ്, എസിൽ നിന്നും മൂന്നാമത്തെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ എസ് 1 2 3. ഇപ്പോൾ വി ആണ് മൂന്നാമത്തെ ആൽഫബറ്റ്സ്. അപ്പം ബി. പിന്നെ വരുന്നത് ഐ കഴിഞ്ഞ്, എല്ലും കെയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് -1. അപ്പോൾ ഐക്ക് മുമ്പേ ഉള്ള ആൽഫബറ്റ് എച്ച്. ഐക്ക് മുമ്പേ ഉള്ള ആൽഫബറ്റ് എച്ച്. പിന്നെ വരുന്നത് ജി കഴിഞ്ഞ് മൂന്നാമത്തെ ആൽഫബറ്റ് +3 ആണ്. ഇപ്പം ജി കഴിഞ്ഞ് മൂന്നാമത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് HI ജെ ആണ്. പിന്നെ എച്ചിന് മുമ്പിലുള്ള ആൽഫബറ്റ് -1 ജി ആണ്. ടി കഴിഞ്ഞ് മൂന്നാമത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് TUVW. സോ ആൻസർ ഈസ് WGJHV. അപ്പോൾ ആൻസർ ഈസ് A. WGJHV. Answer is A. Question number 2. In a certain code language, 134 means good and tasty, 478 means see good picture, and 729 means picture and faint. Which of the following numerical symbol stand for C? Easy question. 729 picture and faint. So first relation നോക്കുകയാണെങ്കിൽ രണ്ടിലും ഗുഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് രണ്ടിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 2 റിലേഷനിൽ ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് 4 ആണ്. അപ്പം ഗുഡ് = 4. സെക്കൻഡ് ആൻഡ് തേർഡ് റിലേഷനിൽ പിക്ചർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ 7 ആണ് റിപ്പീറ്റ്. അപ്പം പിക്ചർ 7 ആണ്. ഗുഡ് 4 good, then picture 7. രണ്ടാമത്തെ റിലേഷൻ നോക്കുകയാണെങ്കിൽ സി ഗുഡ് പിക്ചർ, ഗുഡ് 4ഉം പിക്ചർ 7ഉം. അപ്പോൾ സി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ സി is 8. D is the answer. Question number 3. If in a code language GOE is coded as 32 and she is coded as 49, then what will be the code for sum? അതായത് GO coded as 32. G എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിൽ 20th പൊസിഷനാണ്. O റിവേഴ്സ് ഓർഡറിൽ 12th പൊസിഷൻ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 32. ABCDEFG. ഫോർവേഡ് ഇതിൽ 1 2 3 4 5 6 7 ആണ്. അപ്പോൾ റിവേഴ്സിൽ 20 ആയിരിക്കും. ആക്ച്വലി ഫോർവേഡും റിവേഴ്സും കൂടെ കൂട്ടുമ്പോൾ 27 ആണ് വരുന്നത്. അപ്പം ജിയുടെ പൊസിഷൻ റിവേഴ്സ് ഓർഡറിൽ 20 ആണ്. O 12 ആണ്. ടോട്ടൽ 32. അതുപോലെ SHE എടുക്കാം.
റിവേഴ്സ് പൊസിഷൻ ഓഫ് ജി എന്ന് പറയുന്നത് 20 ആണ്. SHE എന്ന് പറയുന്നത് എസിൻ്റെ റിവേഴ്സ് 8 ആണ്, എച്ചിൻ്റെത് 12 ആണ്, ഇയുടെ 22 ആണ്. ആ 8 പ്ലസ് 12 പ്ലസ് 22 ഈക്വൽ ടു 42. സെയിം പാറ്റേൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ SOME എസിൻ്റെ റിവേഴ്സ് പൊസിഷൻ 8, O 12, M 14, E 22. So 56 is the answer. A is the answer. Question number 4. In a certain language, rope is written as one pattern, doubt is written as another pattern, and leave is written as another pattern. How is trouble written in that code? Simple question ആണ്. rope, doubt, leave, trouble. അതിനകത്ത് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ട്രബിളിൻ്റെ T represent star, rope, doubt, leave. So T represent star, R represent percentage, O represent 5, U represent asterisk, B represent 8, L represent @ and E okay, so A is the answer. A is the answer. Question number 5. In a certain code language, sugar is coded as ZNMDB and tea is coded as FLD. How will you code great in the same code language? Sugar ZNMDB, tea FLD, great. അത് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട് ആക്ച്വലി. അപ്പോൾ G represent M, R represents B, E represents L, A represents D, T represents F. The answer is B. Question number 6. If drink is equal to 6, pollution is equal to 10, then government is equal to. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രിങ്ക് നമ്പർ ഓഫ് ആൽഫബറ്റ്സ് 5 ആണ്. സോ 6 കിട്ടാൻ വേണ്ടി 1 കൂടെ ആഡ് ചെയ്യണം. 5 + 1 = 6. അതുപോലെ പൊള്യൂഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൽഫബറ്റ് 9 ആണ്. 9 + 1 = 10. ഗവൺമെൻറ് 10 ആൽഫബറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ 11. സോ ആൻസർ ഈസ് C. Question number 7. If result is equal to 798206, then LET is equal to result 798206. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ എഴുതണം. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ L0E9T6. A is the answer. Question number 8. Here are some words translated from an artificial language. My pie is blue light. My tie is blueberry. AIE tie is raspberry. Which words could possibly means light fly? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൈ പൈ ബ്ലൂ ലൈറ്റ്, മൈ ടൈ ബ്ലൂബെറി, മൈ ടൈ റാസ്ബെറി. അതിൽ ബ്ലൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ആദ്യത്തെ 2 റിലേഷനിലും ബ്ലൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ MI
അപ്പോൾ MIE എന്ന് പറയുന്നത് ബ്ലൂ ആണ്. രണ്ടും മൂന്നിലും ബെറി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ടൈ ആണ്. ബെറി ടൈ അപ്പുറത്തതിൽ ടൈയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ടൈ ഈസ് ഈക്വൽ ടു ബെറി. അപ്പം ലൈറ്റ് എന്ന് പറയുന്നത് നോക്കിയ കാരണം ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പൈ ആണ്. ലൈറ്റ് പൈ ആണ്. അതിനകത്ത് ഓപ്ഷൻസ് നോക്കിയാൽ പൈ വരുന്നത് എയും ബിയും ആണ്. പക്ഷേ ബിയുടെ പൈയിൽ MI ഉണ്ട്. മൈ എന്ന് പറയുന്നത് MI എന്ന് പറയുന്നത് ബ്ലൂ ആണ്. സോ എ ഈസ് ആൻസർ. പൈ PIZI ഈസ് ആൻസർ. ലൈറ്റ് ഫ്ലൈ എന്ന് പറയുന്നത് ലൈറ്റ് പൈ ആണ്. അപ്പം എ ഈസ് ആൻസർ. Question number 9. If bat is coded as 283, cat is coded as 383 and R is coded as 801, the code for better. Simple question ആണ്. ബെറ്ററിൻ്റെ എല്ലാ ആൽഫബറ്റ്സും നമുക്കവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ട്. 2 1 3 3 1 0. 2 1 3 3 1 0. So B is the answer. Question number 10. If the word fruit is coded as 258 281, then the word grapes is coded as. Simple question ആണ്. ഫ്രൂട്ട് നമ്മൾ F എന്ന് പറയുന്ന 6th ആൽഫബറ്റ് ആണ്. R 18th ആൽഫബറ്റ്, U 21st ആൽഫബറ്റ്, I 9th ആൽഫബറ്റ്, T 20th ആൽഫബറ്റ്. അപ്പോൾ നമ്മൾ F കോഡഡ് ആസ് 5 ആണ്. അപ്പം 6 എന്ന് പറയുന്നത് എഫിൻ്റെ ആൽഫബറ്റ് പൊസിഷനാണ്. ഇപ്പോൾ 5 കിട്ടാൻ വേണ്ടി 6 - 1 = 5. R 18th പൊസിഷനാണ്. സോ 1 + 8 9 - 1 = 8. U 21 2 + 1 - 1 = 2. I 9 ആണ്. 9 - 1 = 8. T 22 + 0 - 1 = 1. കറക്റ്റ്. സോ 5 8 2 8 1. അതുപോലെ ഗ്രേപ്സിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 7 - 1 6, 1 + 8 - 1 8, 1 - 1 0, 1 + 6 7 - 1 6, 5 - 1 4, 1 + 9 10 ആണ്. ഇവിടെ നമ്മൾ ആ 10 വരുന്നിടത്ത് പിന്നെയും ആഡ് ചെയ്യണം 1 + 0. 10 എന്ന് പറയുന്നത് 1 + 0 പിന്നെ -1 = 0. സോ 6 8 0 6 4 0. So answer is C. Question number 11. If 324156 denotes forest, then store will be coded as. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റനിൽ തന്നെ ആൻസർ ഉണ്ട്. ഫോറസ്റ്റ് 324156. അപ്പോൾ 3 F സ്റ്റോറിലെ എല്ലാ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഫോറസ്റ്റിൽ തന്നെ ഉണ്ട്. എസ് എന്ന് പറയുന്നത് 5 ആണ്. ടി എന്ന് പറയുന്നത് 6 ആണ്. ഒ എന്ന് പറയുന്നത് 2 ആണ്. ആർ എന്ന് പറയുന്നത് 4 ആണ്. ഇ എന്ന് പറയുന്നത് 1 ആണ്. എസ് 5, ടി 6, ഒ 2, ഇ 4, ആർ 4, ഇ 1. സോ 5 6 2 4 1. എ is the answer.
Question number 12. If in a code language word late is written as 38, then in the same language the word make would be written as late. ലേറ്റിലെ എല്ലിൻ്റെ പൊസിഷൻ ആൽഫബറ്റ് പൊസിഷൻ 12, എയുടെ 1, ടിയുടെ 20, ഇയുടെ 5, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 38 കിട്ടും. ആ സെയിം പാറ്റേൺ ഇവിടെ അപ്ലൈ ചെയ്യുക. മേക്ക് സെയിം പാറ്റേൺ മേക്കിലും അപ്ലൈ ചെയ്യുക. എം എന്ന് പറയുന്നത് 13th ആൽഫബറ്റ്, A1, K11, E5. സോ അത് ആഡ് ചെയ്യുമ്പം 30. സോ ആൻസർ ഈസ് ഡി, 30. Question number 13. In a coded language, zebra is written as 2652181. In the same coded language, cobra will be written as. വളരെ സിമ്പിളാണ്. ഇസഡ് സീബ്രയിൽ Z26 ആൽഫബറ്റ് ആണ്, E5 ആണ്, B2 ആണ്, R18 ആണ്, A1 ആണ്. സിമ്പിളാണ്. അതുപോലെ കോബ്രയിലും സെയിം പാറ്റേൺ അപ്ലൈ ചെയ്യാം. സി എന്ന് പറയുന്നത് 3 ആണ്, ഒ എന്ന് പറയുന്നത് 15 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, ആർ എന്ന് പറയുന്നത് 18 ആണ്, എ എന്ന് പറയുന്നത് 1 ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ഈസ് എ. Question number 14. In a certain code language, if 100 is written as NUHDDER, what will code of kitchen in same language be? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുമ്പോൾ തന്നെ അറിയാം 100 എങ്ങനെ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഫസ്റ്റ് 3 വേർഡ് HUN റിവേഴ്സ് ഓർഡറിൽ എഴുതി, ഡി ആ സെയിം പൊസിഷനാണ്, ലാസ്റ്റ് 3 ആൽഫബറ്റ് റിവേഴ്സ് ഓർഡറിൽ NUHDD. അതുപോലെ സെയിം കിച്ചണും അതുപോലെ എഴുതുക. KITTIK, സി റീറ്റെയിൻ ചെയ്യുക, HENNEH, അപ്പോൾ TIKCNEH. So B is the answer. Question number 15. In a certain code language, if XDRL is written as 12296, what will be code of NHTV in same language? X എന്ന് പറയുന്നത് 24th ലെറ്റർ, അത് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 12 ആണ്. D 4th ലെറ്റർ ആണ്, അത് ഡിവൈഡ് ബൈ 2 2 ആണ്. R 18th ലെറ്റർ ആണ്, ഡിവൈഡ് ബൈ 2 9 ആണ്. L 12th ലെറ്റർ ആണ്, അത് ഡിവൈഡ് ബൈ 2 6 ആണ്. അപ്പോൾ ആ സെയിം പാറ്റേൺ തന്നെ NHTVയിലും അപ്ലൈ ചെയ്യുക. N എന്ന് പറയുന്നത് 14th ലെറ്റർ ആണ്, അത് ഡിവൈഡ് ബൈ 2 7 ആണ്. H 8/2, H 8th ലെറ്റർ ആണ്, അത് ഡിവൈഡ് ബൈ 2 4 ആണ്. T എന്ന് പറയുന്നത് 20th ലെറ്റർ ആണ്, ഡിവൈഡ് ബൈ 2 10 ആണ്. ആൻഡ് V 22nd ലെറ്റർ ആണ്, അത് ഡിവൈഡ് ബൈ 2 11 ആണ്. സോ C is the answer. C is the answer. Question number 16. In a certain code language, 134 means good and tasty, 478 means see good picture, and 729 means picture and fade. Which of the following digits stands for C? 134 good and tasty. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഗുഡ് ആണ് കോമൺ, അവിടെ 4 കോമൺ ആണ്. കറക്റ്റ് നോ? സോ 4 is equal to good. സെക്കൻഡും തേർഡും പിക്ചറാണ് കോമൺ, അവിടെ 7 ആണ് കോമൺ. അപ്പം എങ്ങനെ എഴുതാം? ഗുഡ് 4 is equal to ഗുഡ് എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് അസൈൻ ചെയ്യാം, പിക്ചർ എന്നുള്ളത് 7 ആയിട്ട് അസൈൻ ചെയ്യാം. കറക്റ്റ് നോ? അപ്പോൾ രണ്ടാമത്തതിൽ നോക്കിയാൽ കാണാം ഗുഡ് 4ഉമായി പിക്ചർ 7ഉമായി, സി മാത്രമേ ഉള്ളൂ ബാലൻസ്. 4 7 8 ആണ് ആൻസർ. സോ ഡി ഈസ് ദ ആൻസർ. ഡി ഈസ് ദ ആൻസർ. Question number 17. If E is equal to 5 and empire is equal to 66, then what will be written for repair? Question number 17. E5 ആണ്, എംപയർ. അപ്പോൾ ആ ആൽഫബറ്റിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുക. E5, M13, P16
I9 R18 E5 ആഡ് ചെയ്യുമ്പോൾ 66 കിട്ടും. അതുപോലെ റിപ്പയർ 18 plus 5 plus 16 plus 1 plus 9 plus 18 67. Answer is 67. Question number 18. In a certain code, boxer is written as AQWGQ. How visit is written in that code? Boxer AQWGQ. So B കയുടെ മുമ്പേ ഉള്ള ലെറ്റർ ആണ് അല്ലേ? -1 OPQ സെക്കൻഡ് ലെറ്റർ ആണ്, +2 എക്സിന് മുമ്പേ ഉള്ള ലെറ്റർ ആണ് W, സോ -1 EFG, സോ +2 ആറിന് മുമ്പേ ഉള്ള ലെറ്റർ ആണ് Q, സോ -1. സോ ആ സെയിം പാറ്റേൺ തന്നെ വിസിറ്റിലും അപ്ലൈ ചെയ്യുക. വിക്ക് മുമ്പേ ഉള്ള ലെറ്റർ U, I കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്റർ K, എസിന് മുമ്പേ ഉള്ള ലെറ്റർ R, I കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്റർ K, ആൻഡ് ടിക്ക് മുമ്പേ ഉള്ള ലെറ്റർ S. അപ്പോൾ ആൻസർ ഇസ് UKRKS. ആൻസർ ഇസ് B. Question number 19. In a certain language, if tick, jik, pick means she is good. Pick, ni, p means good and bad. See, ni, pick means ram and good. What is the code of good? അപ്പോൾ അത് എഴുതുക, ഒന്ന് എടുത്ത് എഴുതുക. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇതിൽ ഫസ്റ്റിലും സെക്കൻഡിലും ഗുഡ് ആണ് കോമൺ. ഇവിടെ PIK ആണ് കോമൺ. മൂന്നിലും നാലിലും ഗുഡ് കോമൺ ആണ്, അത് PIK നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തു. പിന്നെ വരുന്നത് ആൻഡ് കോമൺ ആണ്, എന്ന് പറഞ്ഞാൽ NE കോമൺ ആണ്. കറക്റ്റ്? നമുക്കിപ്പം വാട്ട് ഈസ് ദ കോഡ് ഓഫ് ഗുഡ് ആണ് അറിയേണ്ടത്. ഗുഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഗുഡ്. അപ്പം PIK A is the answer. PIK is the answer. A is the answer. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Question number 20. In a certain code language, 3 into 2 is equal to 29. 4 into 5 is equal to 74. 7 into 3 is equal to 58. Then 6 into 8. 3 into 2 is equal to 29. അത് 3 into 2 നമ്മൾ റിവേഴ്സ് ഓർഡറിലിടുക. 2 and 3 23. 6 എന്ന് പറയുന്നത് 3 into 2 6. 23 plus 6 29. 3 into 2 29 വരുന്നത് 2 3 റിവേഴ്സ് ഓർഡറിൽ എഴുതുക. അപ്പോൾ അങ്ങനെ വരുന്ന ഡിജിറ്റും പ്ലസ് 3 into 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഫിഗർ ഉണ്ടല്ലോ, അത് 6. 23 plus 6 29. ആ സെയിം പാറ്റേൺ അപ്ലൈ ചെയ്യുക. 4 into 5 എന്ന് പറയുമ്പോൾ 54. 4 into 5 20. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 74. അതുപോലെ 73. 37 plus 21 58. 6 into 8 എന്ന് പറയുമ്പം 86. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫിഗർ പ്ലസ് 48 134. സോ ആൻസർ ഈസ് 134. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Question number 21. If box is coded as CDPQYZ, what will be the last two letters of word in the same code for hero? So box is coded as, box 3 ആൽഫബറ്റാണ്. അത് കോഡഡ് ആസ് ഒരു 6 ആൽഫബറ്റിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ലെറ്ററും 2 ആൽഫബറ്റിൻ്റെ പെയറായിട്ടാണ്. ഇപ്പം B എന്ന് പറയുന്നത് CD, O എന്ന് പറയുന്നത് PQ,
എക്സ് എന്ന് പറയുന്നത് വൈ സെഡ്. നമ്മൾ ആ പാറ്റേൺ നോക്കിയാൽ അറിയാം അത് കണ്ടിന്യൂസ് ഇതാണ്. എ ബി സി ഡി ഒ പി ക്യു വൈ എക്സ് വൈ സെഡ്. കറക്റ്റോ? എക്സ് വൈ സെഡ് ആ സെയിം പാറ്റേൺ അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ലാസ്റ്റ് വേർഡിൻ്റെ മാത്രം നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ ഒ കഴിഞ്ഞിട്ട് ഒ പി ക്യു എന്ന് പറയുന്നത് ഒ കഴിഞ്ഞ് വരുന്ന 2 ലെറ്റർ പി ആൻഡ് ക്യു. സോ ആൻസർ ഈസ് ബി, പി ക്യു. Question number 22. Circle is related to RICELC in the same way as square is related to. A circle is related to. അത് കാണുമ്പോൾ നമുക്ക് അറിയാം അതൊരു റീഅറേഞ്ച്, സർക്കിൾ തന്നെ റീഅറേഞ്ച് ചെയ്തതാണ്. അപ്പം സർക്കിളിൻ്റെ 3 ലെറ്റർ റിവേഴ്സ് ഓർഡറിൽ വന്നു, പിന്നെ ലാസ്റ്റ് 3 ലെറ്റർ റിവേഴ്സ് ഓർഡറിൽ വന്നു. RICELC. അതുപോലെ സ്ക്വയറും ചെയ്യുക. UQS ERA. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. UQSERA. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് ഡി. Question number 23. If each of the letters in English alphabet is assigned odd numerical value beginning A1, B3 and so on, what will be the total value of the letters of the word Indian? Simple ആണ്. A1, B3, C5, D7 odd numerical valuesന് അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ I17 വരും, N27 വരും. അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്നത് I17 plus N27 D7 I again 17 A1 N27. The total is 17, 27, 7, 17, 1 plus 27 is equal to 96. So answer is 96. Question number 24. If 526 is equal to 9 and 834 is equal to 9, then 716 526 is equal to 9. അപ്പോൾ അത് എങ്ങനെ ആ പാറ്റേൺ എങ്ങനെ വരുന്നു എന്നുള്ളത് ആദ്യം നോക്കുക. അതിൻ്റെ റൂൾ എങ്ങനെ ഫോളോ ചെയ്യുന്നത് നോക്കുക. 526 is equal to 9 എന്ന് പറയുമ്പോൾ 5 plus 6 minus 2 is equal to 9. അതുപോലെ 834 is equal to 9. 8 plus 4 minus 2 is equal to 9. Minus 3 is equal to 9. അപ്പോൾ സെയിം പാറ്റേൺ 716 എന്ന് പറയുന്നത് 7 plus 6 minus 1. 13 minus 1 is equal to 13 minus 1 is equal to 12. So answer is 12. So C is the answer. Question number 25. If Manu equal to 13 minus 1 minus 14 minus 10 minus 21, then RITJU means. So Manu, M is 13th alphabet, A is first alphabet, N is 14th alphabet, U is 21st alphabet. ആ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ ആൽഫബറ്റിൻ്റെ പൊസിഷൻ അറിയുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആറിൻ്റെ പൊസിഷൻ എഴുതുക, ഐയുടെ പൊസിഷൻ എഴുതുക, ടിയുടെ പൊസിഷൻ എഴുതുക, ജെയുടെ പൊസിഷൻ എഴുതുക, ഇയുടെ പൊസിഷൻ എഴുതുക. അപ്പോൾ ആറെന്ന് പറയുന്നത്
18th ആൽഫബറ്റാണ്. ഐ 9th ആൽഫബറ്റാണ്. ടി എന്ന് പറയുന്നത് 20th ആൽഫബറ്റാണ്. ജെ എന്ന് പറയുന്നത് 10th ആൽഫബറ്റാണ്. യു എന്ന് പറയുന്നത് 21st ആൽഫബറ്റാണ്. അത് നോക്കുമ്പം അറിയാം ബി ഈസ് ആൻസർ. B is the answer. Question number 26. If Z is equal to 52 and ACT is equal to 48, then BAT will be equal to. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇസഡ് എന്ന് പറയുന്നത് 52 ആണ്. അപ്പം ഇസഡിൻ്റെ ആൽഫബറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 26. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 52 വരും. അപ്പോൾ ACT എന്ന് പറയുന്നത് 1 + 3 + 20 ആൽഫബറ്റിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുക, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 48 വരും. ബാറ്റ് എന്ന് പറയുന്നതും സെയിം 2 + 1 + 20 × 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 23 × 2 = 46. ആൻസർ ഈസ് സി, 46. Question number 27. If in a certain code I is equal to 9 and girl is equal to 46, then boy I 9 ആണ്. സെയിം തന്നെ പൊസിഷൻ എഴുതുക. സെവൻ + 9 + 18 + 12 = 46. ബോയ് ബി. ആൽഫബറ്റിൻ്റെ പൊസിഷൻ അറിയാമെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. ബി 2, O 15, Y 25. ആഡ് ചെയ്യുമ്പോൾ 42. സോ ആൻസർ ഈസ് ഡി, 42. ആൻസർ ഈസ് ഡി. Question number 28. If doctor is coded as 36, then patient be coded as. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡോക്ടർ ഈസ് കോഡഡ് ആസ് 36. നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ഡോക്ടർ ഈസ് 6. 6² is 36. 6. Patient, number of letters in patient is 7. So 6² is 36. Same pattern follow ചെയ്യുകയാണെങ്കിൽ 7² is 49. So answer is B. Simple question ആണ്. Question number 29. In a certain code, long is written as 5123 and gear is written as 3748. How is lane written in that code? Simple question ആണ്. ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ലെയിൻ്റെ ആൽഫബറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാം LANE എല്ലാ ലെറ്റേഴ്സും അതിനകത്തുണ്ട്. L is equal to 5, A is equal to 4, N is equal to 2, E is equal to 7. So 5, 4, 2, 7. 5, 4, 2, 7. A is the answer. Simple question ആണ്. Question number 13. If sand is coded as brick, brick as house, house as temple, temple as palace, then where do you worship? We worship in temple, but temple is coded as palace. Sand, brick, brick house, house temple, temple palace. Where do you worship? വർഷിപ്പ് ടെമ്പിളിലാണ് വർഷിപ്പ് ചെയ്യുന്നത്, പക്ഷേ ടെമ്പിളിനെ പാലസായിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൻസർ ഈസ് എ, പാലസ്. ആൻസർ ഈസ് പാലസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് പഠിക്കുക. ആൽഫബറ്റിൻ്റെ പൊസിഷൻ നമുക്ക് അറിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ ആൽഫബറ്റ്സ് കംപ്ലീറ്റ് എഴുതി അതിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആൽഫബറ്റിൻ്റെ പൊസിഷൻ ഫോർവേഡ് ഡയറക്ഷനും റിവേഴ്സ് ഡയറക്ഷനിലുള്ള പൊസിഷൻ കറക്റ്റായിട്ട് പഠിക്കുക.
ക്വസ്റ്റ്യൻസ് ഒരു 100 ക്വസ്റ്റ്യനെങ്കിലും ഡെയിലി ചെയ്യുക. 1 hour 40 minutes കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യുക. കോഡിങ് ആൻഡ് ഡീകോഡിങ് ഓരോ ചാപ്റ്റർ വൈസുള്ള ക്വസ്റ്റ്യൻസും റിവൈസ് ചെയ്യുക. ഇതിപ്പോൾ 30 ക്വസ്റ്റ്യൻ ഉണ്ട്. 30 ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് ടൈപ്പുള്ള 30 ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് കോഡിങ് ഡീകോഡിങ്ങിൻ്റെ 4 പാറ്റേൺ കവർ ചെയ്യുന്ന 30 ക്വസ്റ്റ്യനാണ്. താങ്ക്സ്. Please like, share and subscribe this channel. Share to your friends, relatives. Thanks to everybody. വാച്ച് ചെയ്യുക. ഈ ചാനൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുക. കുട്ടികളിത് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും, ആക്യുറസി കൂടും. NDSC സ്കോളർ ആവാം. താങ്ക്സ് ടു എവരിബഡി. താങ്ക്സ്.